നമുക്ക് ശക്തിയാണ്. ദൈവത്തിന്റെ വചനം നമുക്ക് ആരോഗ്യമാണ്. ഞാൻ പറഞ്ഞു വന്നതിന്റെ ആശയം ഹല്ലേലൂയ. ഈ ക്യാൻസർ ബാധിച്ച് ഹല്ലേലൂയ അമേൻ ഹല്ലേലൂയ ബാധിക്കുന്നവരുടെ അവസ്ഥ നമുക്ക് അറിയാനും ഹല്ലേലൂയ. എന്നാലും ഹല്ലേലൂയ മുട്ടിൽ പേരുന്ന ദൈവത്തെ ആരാധിക്കുന്നതിൽ ഒരു കുറവും വരുത്തില്ല. യൗവനക്കാരായ ഞങ്ങൾ ഹല്ലേലൂയ ഹല്ലേലൂയ അല്പസമയം മുട്ടിൽ ഇരുന്നിട്ട് മാറിയിരുന്ന അമ്മ ബാഗിൽ ഇരുന്നു കൊണ്ട് നമ്മൾ മുട്ടിലിരുന്ന് ആരാധിക്കും. അതാണ് നമ്മുടെ ശരീരവും നമ്മുടെ ബലവും എല്ലാം നമ്മുടെ മുട്ടിന് കൊടുക്കണം. ഹല്ലേലൂയ തറയോട് നിന്നൊരു ബന്ധമാക്കി നമ്മുടെ കാലുകളുടെ മുട്ടുകൾക്ക് ഒരു ബലം കൊടുക്കണം. പ്രാർത്ഥിച്ച് നോക്കാം. ഹല്ലേലൂയ അങ്ങനെ ഇരുന്ന് നമുക്ക് ആരാധിച്ച് നോക്കാം. ശക്തമായ വിടുതൽ. മനുഷ്യനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കണം, അത് വാസ്തവമാണ്. അങ്ങനെ ഒരു രോഗാവസ്ഥയിൽ മാതാവ് മരിച്ചു. ഹല്ലേലൂയ 4 മരണത്തിന്റെ ഹല്ലേലൂയ ആ കാലഘട്ടങ്ങളെ ഓർത്താൽ ഹല്ലേലൂയ കർത്താവിനെ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല, എത്ര നന്ദി കരേറ്റിയാലും മതി വരികയില്ല. ഹല്ലേലൂയ നീതിമാന്റെ മരണം ഉറക്കമാണെന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിച്ചു. ഹല്ലേലൂയ പരിചയം മാത്രമല്ല, അത് കണ്ട് ഞങ്ങളുടെ കണ്ണുകൾക്ക് പരിചയം. ഹല്ലേലൂയ അമേൻ കട്ടിൽ നീണ്ടു നവർന്ന് ഹല്ലേലൂയ കൂരി ഇങ്ങനെ ഒരു യെസ് പോലെ ഇരുന്ന മാതാവാണ്. ഹല്ലേലൂയ ഞാൻ എപ്പോഴും വഴക്ക് പറയും, അമ്മ ഇങ്ങനെ നൂന്നിരിക്കുന്നു പറയും. അച്ഛനെ എപ്പോഴും വഴക്ക് പറയും. അപ്പൊ പറയും നീ നോക്കിക്കോ, ഞാൻ ഒരു സമയത്ത് നൂന്നിരിക്കും, കാണും. ഹല്ലേലൂയ ആത്മാവിൽ പ്രവചിച്ചു എന്ന് ഞാൻ അന്ന് അറിഞ്ഞില്ല. ആത്മാവിന്റെ ശക്തിയിലാണ് അത് പറഞ്ഞത്, ഞാൻ അറിഞ്ഞില്ല. ഹല്ലേലൂയ ഏകദേശം 3 മണിയൊക്കെ ആയപ്പോൾ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ പിതാവിന്റെ അടുത്തിരിക്കുന്നത് കണ്ടു. ഹല്ലേലൂയ ഞങ്ങൾ പുറത്ത് പോയിട്ട് 5 മിനിറ്റ് കൊണ്ട് എല്ലാവരും രാവിലെ പറഞ്ഞ് ഞാൻ 7 മണിയാകുമ്പോൾ മരിക്കും. ഞങ്ങൾ ഇവിടെ വളരെ ധൃതിപ്പെട്ട് അല്ലെങ്കിൽ എന്റെ കുഞ്ഞുമ്മയുടെ ഭവനത്തിലായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് അപ്പോൾ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ നാക്ക് പോയിട്ട് അതുവരെ പറയും 7 മണിക്ക് ഞാൻ മരിക്കും, 7 മണിക്ക് മരിക്കും. ഹല്ലേലൂയ അത് ഒരു 2 മണി ഒക്കെ ആയ സമയത്ത് നാക്ക് കുഴഞ്ഞു. ഹല്ലേലൂയ നാക്കിങ്ങനെ കുഴഞ്ഞൊരു സംസാരം അല്പമായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് പറഞ്ഞ് എന്നെ ഒരുക്കാൻ ദൂതന്മാർ ഇറങ്ങി വരികയാണ്. ഒരു ദൂതൻ ഇറങ്ങി വന്നു. ഹല്ലേലൂയ രണ്ടാമതൊരു ദൂതൻ കൂടെ എന്നെ ഹല്ലേലൂയ എന്റെ ജഡശരീരത്തെ ഹല്ലേലൂയ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ നിങ്ങളെല്ലാവരും എന്റെ അടുത്തിരുന്ന് ആമേൻ പ്രത്യാശയുടെ ഗാനങ്ങൾ പാടുന്ന ലോകേ ഞാനെൻ ഓട്ടം തികച്ചു ഓട്ടം തികച്ചു സ്വർഗ്ഗവിരുദിനായി പറന്നിടും ഞാൻ മറുരൂപമായി പരരേശുരാജൻ സന്നിധോ പറന്നിടും ഞാൻ മറുരൂപമായി പരരേശുരാജൻ സന്നിധോ ദൂതസംഗമാകരെ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഹല്ലേലൂയ അമേദൂത സംഘമാകവേ എന്നെ എതിരേൽക്കാൻ ഹല്ലേലൂയ സദാ സന്നദ്ധരായിരിക്കുകയാണ്. സമയത്താണ് മരണം നമുക്കറിയില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ ആ നടപ്പൊന്ന് ഹല്ലേലൂയ തെറ്റിയ കുഴഞ്ഞു വീഴുന്ന അവിടെ മരിക്കുകയാണ്. അമ്മേ ഹൃദയത്തിന്റെ ഹല്ലേലൂയ ഇടിപ്പൊന്ന് നിന്നാൽ ഹല്ലേലൂയ നിമിഷ നേരം കൊണ്ട് മനുഷ്യൻ അവിടെ മരിക്കുകയാണ്. ഹല്ലേലൂയ എന്തിനു പറയുന്നു, സൂര്യൻ അത്യുച്ചത്തോടെ ഒന്ന് ഹല്ലേലൂയ അതിന്റെ പ്രകാശം ഒന്ന് വരുത്തിയാൽ മതി. ഹല്ലേലൂയ സൂര്യതാപമേറ്റ് ഹല്ലേലൂയ കുഴഞ്ഞു മരിക്കുകയാണ്. ഹല്ലേലൂയ പ്രത്യാശയുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ ദൂതഗണങ്ങൾ വന്ന് ഹല്ലേലൂയ മാതാവിനെ ഒരുക്കുന്നു എന്ന് പറഞ്ഞു. നാക്ക് കുഴഞ്ഞു. ഹല്ലേലൂയ നീണ്ടുന്ന സെക്കൻഡുകൾക്കകം കൂടിയിരുന്ന എല്ലാവർക്കും ഒരു മയക്കം പിടിച്ചു. ഒരു സെക്കൻഡ് പോലും 1 2 സെക്കൻഡിനകത്ത് ഇരുന്ന പപ്പയ്ക്കും എല്ലാവർക്കും മയക്കം പിടിച്ചു. ഹല്ലേലൂയ മയക്കം എന്ന് പറഞ്ഞ് പെട്ടെന്നൊരു എന്താ പറയാ എല്ലാവരും ആ സമയത്ത് കണ്ടത് നീ കണ്ടോ